ലൈവ് ന്യൂസ് പുതുക്കാട്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടുന്ന ഉറപ്പില്ല. പിന്നെ മുരളീധരൻ്റെ വോട്ട് ഞാൻ ചെയ്യില്ല. ആരും വോട്ട് എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യില്ല. UDF എത്ര സീറ്റ് കിട്ടുന്നോ അതായിരിക്കും ജനാധിപത്യ ഇന്ത്യയുടെ അടുത്തൊരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള സാധ്യത കൂട്ടുന്നത്. അതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുവന്നൂർ പ്രശ്നം മറ്റേ തട്ടിപ്പും വെട്ടിപ്പായിട്ട് കിടന്ന് നടക്കുന്ന പാർട്ടിക്ക് ജനം എന്തായാലും വോട്ട് ചെയ്യില്ലേ. അത് എങ്ങനെ ഒരു തരത്തിലും ബാധിക്കാൻ കഴിയില്ല. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടന ഒരു കടൽ പോലെ വിശാലമാണ്. അത് ഒന്നോ രണ്ടോ ആൾക്ക് കുറഞ്ഞ കടലിന് എന്തെങ്കിലും സംഭവിക്കാൻ പോകണ്ട, ഒന്നും സംഭവിക്കില്ല. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ഇതാണ് തൃശ്ശൂർ ആരെടുക്കാൻ സാധ്യത? ശിവകുമാർ. അതെന്തുകൊണ്ടത്? ആള് നമ്മളറിയുന്ന ആളായിട്ട് ആളിൻ്റെ വീട് കണ്ടിട്ടുണ്ട്. ഓടിട്ട് ചെറു വീടാണ്. ആള് കിസിയ, ആൾക്ക് ചേട്ടന് അഞ്ഞന്മാർക്ക് കിസിയ. ആള് കഞ്ഞോളെ അവിടെ ജയിച്ചിട്ട് ആള് അവിടെ ഭാഗത്ത് എല്ലാവർക്കും സഹായം ചെയ്തിട്ടുണ്ട്. ഇവിടെ സഹായം ഉണ്ടാവുന്നാണോ പറയുന്നത്? സഹായം ഉണ്ടാവും. ആള് ചെയ്യണ്ടേ? ഇതാണ് ചെയ്യുന്നത്. ഇതാണ് സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടുന്ന ഉറപ്പില്ല. പിന്നെ മുരളീധരൻ്റെ വോട്ട് ഞാൻ ചെയ്യില്ല. ആരും വോട്ട് എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യില്ല. ഇതാണ് കഞ്ഞോല പഞ്ചിട്ട് ചോറ് ജയിച്ചിട്ട് റോഡ് നന്നാക്കിയാൽ ഇതുവരെ റോഡ് നന്നാക്കിയിട്ടില്ല. പക്ഷേ ആൾക്കാർക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ? സുനിൽകുമാർ ജയിച്ചാൽ ഇതൊക്കെ നടത്തുന്നതാണ്. അല്ല, നടത്തുന്നല്ല. ഞാൻ ആദ്യമായിട്ട് ഒരു പാർട്ടി കൊണ്ട് നടന്നതാണ്. ആ രാശിയെ ഇന്നോട്ട് ഇതുവരെ ഉണ്ട്. സുനിൽകുമാർ ജയിക്കണമെന്നാണ് ആഗ്രഹം. സുനിൽകുമാർ ഇതാണ് തൃശ്ശൂർ ജയിക്കുക. സുനിൽകുമാർ അതെന്തുകൊണ്ടത്? അത് അയാളൊരു നല്ല വ്യക്തിയാണ്. സുരേഷ് ഗോപി നല്ല വ്യക്തിയല്ലേ? സുരേഷ് ഗോപിയെ അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല. നമ്മളെ ഒരേ പാർട്ടിന്റെ ഒരു ഇതുണ്ടല്ലോ. നമ്മൾ ആദ്യമേ നിന്ന് പോയിരുന്നത് നമ്മള് ആ പാർട്ടി ആയതുകൊണ്ട് സുനിൽകുമാർ ജയിക്കണം എന്ന് ആഗ്രഹം. ഇത്തവണ തൃശ്ശൂർ ജയിക്കാൻ സാധ്യത? തവണ ജയിക്കാൻ സാധ്യത സുനിൽകുമാർ തന്നെ. അതെന്തുകൊണ്ടത്? എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ചേട്ടാ ഇത്തവണ തൃശ്ശൂർ ആരെടുക്കും? സുരേഷ് ഗോപി എടുക്കും. അതെന്തുകൊണ്ടത്? ആളുടെ നല്ല പ്രവർത്തനം, പിന്നെ തോറ്റു കഴിഞ്ഞിട്ടും 5 വർഷത്തെ ആളുടെ കർഷകരുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ പ്രതാപൻ ജയിച്ചിട്ട് കൊണ്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെ ജനങ്ങൾ ആകെ ഒരു മാറ്റം കൂടി വന്നിട്ടുണ്ട്. മുരളീധരൻ ഇവിടെ സ്ഥാനാർത്ഥി നിൽക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ദോഷം ചെയ്യുമോ? ഒരിക്കലും ദോഷം ചെയ്യില്ല. സുനിൽകുമാർ മുൻ കൃഷി വകുപ്പ് മന്ത്രി ആയിരുന്നു. ആളാണ് ഇപ്പോൾ തൃശ്ശൂർ LDF സ്ഥാനാർത്ഥി. ആൾക്ക് എന്തെങ്കിലും സാധ്യതകൾ കാണും? അതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുവന്നൂർ പ്രശ്നം മറ്റേ തട്ടിപ്പും വെട്ടിപ്പായിട്ട് കിടന്ന് നടക്കുന്ന പാർട്ടിക്ക് ജനം എന്തായാലും വോട്ട് ചെയ്യില്ലേ. അത് പൂർണ്ണമായി വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കാനാണ് സാധ്യത. 100% സാധ്യത. കേരളത്തിൽ എത്ര സീറ്റ് വരെ BJP കിട്ടുന്നു? 5 സീറ്റ് വരെ കിട്ടാൻ സാധ്യത. 5 സീറ്റ് വരെ കേരളത്തിൽ കിട്ടാൻ സാധ്യത. സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രി ആവും എന്ന് മോഡി ഒരു ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാവും. അപ്പോൾ തൃശ്ശൂരിൽ കേന്ദ്രമന്ത്രിന് കിട്ടുന്നതാണ് അതെ, തീർച്ചയായിട്ടും. ചേട്ടത്താണ് തൃശ്ശൂർ ആരെടുക്കും? തൃശ്ശൂർ ഒരു സംശയമില്ല, മുരളീധരൻ എടുക്കും. അതെത്ര ഉറപ്പ് പറയണം? ഉറപ്പ് പറയാറ് മുൻ MP TN പ്രതാപൻ്റെ ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ 1,00,000 ചില്ലറ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പിന്നെ ആൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ചിപ്പാറ റേഷൻ കാർഡ് പോലും ഇല്ലാത്ത കുറേ ഏരിയ ഉണ്ട്. അവിടെ ടവറുകൾ വരുന്നുണ്ട്, കുണ്ടായി ടവർ വരുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ വേലിപ്പാടത്തെ ഈ പാലപ്പള്ളി മേഖലത്തെ ആൾക്കാരുടെ ഒക്കെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു പിന്നെ വേലിപ്പാടം കുട്ടഞ്ചിറ റോഡ്. ആ ഫോറസ്റ്റ് റോഡാണ്. അത് ടാറിങ് കഴിഞ്ഞു. അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും, എന്താ സംശയമില്ലൊക്കെ. അപ്പോൾ ഈ TN പ്രതാപൻ അതൊക്കെ ചെയ്തെങ്കിൽ മുരളീധരൻ അത് തുടരുമെന്നുള്ളതാണ്? തീർച്ചയായിട്ടും. ഒരുപാട് പാരമ്പര്യം, ഒരുപാട് കഴിവുള്ള വ്യക്തിയല്ലേ. അപ്പോൾ അതിൽ കൂടുതൽ വികസനം ഇവിടെ കൊണ്ടുവരുന്നുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ മുരളീധരൻ്റെ പെങ്ങള് പത്മജ BJPയിലേക്ക് കൂടുമാറിയിട്ടുണ്ടായി. അത് ഏതെങ്കിലും രീതിയിൽ ഇലക്ഷനെ അല്ലെങ്കിൽ വോട്ടിനെ ബാധിക്കാൻ വഴിയുണ്ടോ? അത് എങ്ങനെ ഒരു തരത്തിലും ബാധിക്കാൻ കഴിയില്ല. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടന ഒരു കടൽ പോലെ വിശാലമാണ്. അത് ഒന്നോ രണ്ടോ ആൾക്ക് കുറഞ്ഞ കടലിന് എന്തെങ്കിലും സംഭവിക്കാൻ പോകണ്ട, ഒന്നും സംഭവിക്കില്ല. അതൊന്നും പാർട്ടിനെ ഒരു തരത്തിലും ബാധിക്കില്ല. കേരളത്തിലെ മൊത്തത്തിൽ എങ്ങനെയാണ് അവസ്ഥ? കേരളത്തിൽ ഇപ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു 20 കോൺഗ്രസ് കൊണ്ട് നേടുന്നതാണ്.
അപ്പോൾ തൃശ്ശൂർ തീർച്ചയായും കെ മുരളീധരൻ തന്നെ ജയിക്കുന്ന കാര്യത്തിൽ ഉറപ്പില്ല. ജയിക്കും. ഈ കേന്ദ്രത്തിൽ മോഡി തന്നെ തുടരുമോ അതോ അവിടെ ഒരു ഭരണം മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? കേന്ദ്രത്തിൽ തീർച്ചയായിട്ടും ഇപ്രാവശ്യം മോഡി സർക്കാർ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിന് അധികാരത്തിൽ വരും. അപ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നാണ് പറയുന്നത്. വരും. ഇവിടെ തൃശ്ശൂർ BJP 2ാം സ്ഥാനത്ത് വരും. BJP 2ാം സ്ഥാനത്ത് വരും. അതായത് LDFന്റെ സഹായത്തോടു കൂടി 2ാം സ്ഥാനം കിടും. അവർ ഒത്തു കളിക്കുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ രാഷ്ട്രീയ കളികളൊക്കെ ഉണ്ടാവും. തൃശ്ശൂർ ആരായിരിക്കും? സുനിൽ കുമാർ ജയിക്കും. എന്താ അതങ്ങനെയാണ്. അയാൾ ഇവിടുത്തെ ഒരു മാന്യനായ ഒരു വ്യക്തിയാണ്, ബാക്കിയുള്ളവരെ മാതിരിയല്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം UDF ജയിച്ചിട്ട് അവരാരും പാർലമെൻറ്റിൽ 18 MP ഒന്നും സംസാരിച്ചിട്ടില്ല. അവരൊരു റിപ്പോർട്ടും കണ്ടിട്ടുമില്ല. അവരാരെങ്കിലും സംസാരിച്ചാൽ അതിനെപ്പറ്റി എന്തെങ്കിലും ഇത് പറയില്ലേ. ഇപ്പം ഈ EDനെ പറ്റി പറയുന്നുണ്ട്. EDൻ്റെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ല, EDക്ക് വേണ്ടിയിട്ട് അവരെല്ലാം വോട്ട് ചെയ്തത്. അവർ 18 ആളല്ലേ വോട്ട് ചെയ്തിരിക്കണമെന്ന്. അപ്പോൾ ഈ കോൺഗ്രസ്സുകാർ പാർലമെന്റിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നാണ് പറയുന്നത്. ആ, പിന്നെ ആര് ജയിച്ചാലും പിന്നെ ഇവർക്ക് വോട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇപ്പോഴുള്ള സർക്കാരിനെതിരായിട്ട് അത് UDF ജയിച്ചാലും LDF ജയിച്ചാലും. കേന്ദ്രത്തിൽ വീണ്ടും BJP തന്നെ അധികാരത്തിൽ വരും എന്നാണ് പറയുന്നത്. വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ്, വരരുത് എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നുകൂടാണ്ട് വരാൻ സാധ്യതയുണ്ട്. വരില്ല എന്നുള്ള അഭിപ്രായത്തിൽ നിൽക്കും. ഉറപ്പ് പറയാൻ പറ്റില്ല. എല്ലാവരും വോട്ട് ചെയ്യാൻ തയ്യാറായാൽ വരില്ല. തൃശ്ശൂര് സുനിൽകുമാർ ജയിക്കുന്നതാണ്. ആ, 100% ഉറപ്പാണ്. ചേട്ടത്താണ് തൃശ്ശൂർ ആരെടുക്കും? തൃശ്ശൂർ 100% നമ്മുടെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തന്നെ എടുക്കും. 100% ഉറപ്പ്. 100% ഉറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ ആളെ ഈ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് തൃശ്ശൂരിന് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തൃശ്ശൂർ ജനങ്ങൾക്ക് അറിയാമത്. അത് തൃശ്ശൂർ ജനങ്ങൾ അതിന് പ്രതികരിക്കും. അതിനുള്ള എന്തായാലും സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ ഇപ്രാവശ്യം വിട്ടുകൊടുക്കും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. കഴിഞ്ഞ തവണ 90,000 വോട്ടിൻ്റെ ബാക്കിലായിരുന്നു സുരേഷ് ഗോപി എന്നായിരുന്നു. അപ്പോൾ അത്രയും വോട്ടുകൾ ഇപ്രാവശ്യം കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. 90,000 മാത്രമല്ല, 90,000 കഴിഞ്ഞ് അതിന് ഇരട്ടിയാണ് കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ കണക്കൂട്ടൽ. കേരളത്തിൽ BJPക്ക് വേറെ എവിടെയെങ്കിലും സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ? കേരളത്തിൽ നമ്മൾ എൻ്റെ അറിവിൽ ഒരു 4 or 5 സീറ്റ് ഇപ്രാവശ്യം കേരളത്തിൽ BJPക്ക് അനുകൂലമായിട്ടുള്ളൊരു അവസ്ഥയാണുള്ളത്. നരേന്ദ്രമോദി തന്നെ കേന്ദ്രത്തിൽ ഭരണം തുടരുന്നുള്ള അഭിപ്രായം? അത് തീർച്ചയായിട്ടും അത് ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. നരേന്ദ്രമോദി തന്നെയാണ് കേന്ദ്രത്തിൽ ഉണ്ടാവുക. അതിനോടനുബന്ധിച്ച് അതിൻ്റെ എഫക്റ്റ് കേരളത്തിലുണ്ടായിരിക്കും. സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ ജയിച്ചാൽ? തീർച്ചയായിട്ടും അത് നമ്മുടെ ഗ്യാരണ്ടിയാണ്, മോദിയുടെ ഗ്യാരണ്ടിയാണ്. ജയിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ ഒരു മന്ത്രിയായിട്ട്, കേന്ദ്രമന്ത്രിയായിട്ട് സുരേഷ് ഗോപി ഉണ്ടായിരിക്കും. അതിൽ ഗുണങ്ങൾ ജനങ്ങൾക്കുണ്ടായിരിക്കും. അടുത്താണ് തൃശ്ശൂർ ആര് ജയിക്കാൻ സാധ്യത? കെ മുരളീധരൻ. എന്തുകൊണ്ട്? അതായത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ നിലനിൽക്കണമോ എന്ന് തീരുമാനിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അതല്ലാതെ ഇവിടെ മറ്റു കാര്യങ്ങളല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. ജനാധിപത്യ ഇന്ത്യ ഇവിടെ നിലനിൽക്കണമോ എന്ന് ഉള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അതുകൊണ്ട് കെ മുരളീധരൻ UDF സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കും. LDFന് എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ കേരളം വിട്ട് കഴിഞ്ഞാൽ UDFും LDF ഒക്കെ ഒരുമിച്ച് മത്സരിക്കുകയാണല്ലോ. ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമാണ് LDF. LDF ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയാണ്. അത് കേരളത്തിന് പുറത്ത്. കേരളത്തിൽ UDF എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് കേരളത്തിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് UDFന് എത്ര സീറ്റ് കിട്ടുന്നോ അതായിരിക്കും ജനാധിപത്യ ഇന്ത്യയുടെ അടുത്തൊരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള സാധ്യത കൂട്ടുന്നത്. ഈ കേന്ദ്ര ഭരണത്തിനെതിരെ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടുന്ന് പോയ MP കാര്യമായിട്ട് മിണ്ടിയിട്ടില്ല. അവർ എന്ത് പറയാം, ഇപ്പോൾ പൗരത്വ ബില്ലടക്കമുള്ള കാര്യങ്ങൾ വന്നപ്പോൾ സഭയിൽ ആളുണ്ടായില്ല എന്നുള്ള വിമർശനങ്ങളൊക്കെ എതിർ പാർട്ടി പറയുന്നുണ്ടല്ലോ. അതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? അതൊക്കെ ഒരു വിമർശനങ്ങൾ മാത്രമാണ്. തീർച്ചയായിട്ടും ഈ പൗരത്വ ബില്ലിനെതിരെ അതുപോലത്തെ മനുഷ്യത്വരഹിതമായ ബില്ലുകൾക്കെതിരെ പോരാടിയതിൻ്റെ പേരിലാണ് TN പ്രതാപൻ ഉൾപ്പെടെയുള്ള രമ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ള MP സസ്പെൻഡ് ചെയ്യുന്ന പോലെയുള്ള ഒരു സഭയിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അതിന് പ്രതികളായിട്ടുള്ളത് നമ്മുടെ MP പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ അതിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പ്രതാപൻ അവസാന നിമിഷത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി മാറിയതിൽ ഏതെങ്കിലും രീതിയിൽ വോട്ട് കുറയാൻ എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? ഒരു സാധ്യതയില്ല. കാരണം
നേതൃത്വം എന്ത് കൽപ്പിക്കുന്നു അത് ശിരസാ വഹിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ തയ്യാറാണ്. നമ്മൾക്കതിൽ പ്രത്യേകിച്ച് ഒരു മാനസികമായ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേന്ദ്രത്തിലെ ഒരു ജനാധിപത്യ സംവിധാനം കൊണ്ടുവരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും UDFനെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് UDFന് വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായും കേന്ദ്രത്തിലൊരു ഭരണമാറ്റം ഇത്തവണ ഉണ്ടാവും എന്നുള്ളതാണ്. 100% മാറണം, മാറിയിരിക്കും. ഈ സുരേഷ് ഗോപി ഏകദേശം 5 വർഷമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ പല ഭാഗത്തും പല രീതിയിൽ ഇപ്പോൾ കിരീടം കൊടുക്കൽ, അതുപോലെ തന്നെ കുറേ സഹായങ്ങൾ ചെയ്യൽ, അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് സഹായം ചെയ്തൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ വോട്ടായി മാറ്റാൻ ആൾക്ക് സാധിക്കുമോ? അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ വിലയിരുത്തിയാൽ മനസ്സിലാവും. ഇതൊക്കെ ഒരു അപഹാസ്യമായിട്ടാണ് നമുക്കൊക്കെ മലയാളികൾക്ക് മനസ്സിലായിട്ടുള്ളത്. സ്വർണ്ണകിരീടം എന്ന് പറഞ്ഞിട്ട് അത് ചെക്ക് ചെയ്തപ്പോൾ അത് ചെമ്പാണ്. പിന്നെ മറ്റു പള്ളികളിൽ പോവുക, ക്രിസ്ത്യൻ ചർച്ചുകളിൽ പോയിട്ട് അവിടെ മണിപ്പൂരിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഉത്തരമില്ല. പിന്നെ കൊടുക്കുന്ന കാൽ തൊട്ട് വന്നിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. അങ്ങനെ ഒരു എന്താ പറയുക, അപഹാസ്യമായ രൂപത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഇവിടെ വോട്ടായിട്ട് വരില്ല. ആ കൊടുക്കുന്ന വോട്ട് ഇന്ത്യയുടെ ഒരു തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് മലയാളികൾക്കറിയാം. അപ്പോൾ ഇത്തവണ തൃശ്ശൂർ തീർച്ചയായും കെ മുരളീധരൻ വിജയിക്കുന്നതാണ്. 100% കെ മുരളീധരൻ വിജയിക്കും. കേരളത്തിന്റെ മൊത്തത്തിലൊരു സാഹചര്യം എങ്ങനെയാണ് ഇപ്പോഴത്തെ? UDF തരംഗമായി മാറും. 20 സീറ്റും UDF കിട്ടുമെന്നാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ത്യയിലൊരു ഭരണമാറ്റം തീർച്ചയായും ഉണ്ടാവും. ഇന്ത്യയിലൊരു ഭരണമാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവണം. അതിനെല്ലാ ജനങ്ങളുടെയും സഹകരണങ്ങൾ ഉണ്ടാവണം. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.